ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അതായത് അലിഗേറ്റർ അരപ്പൈമയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. പല ഫാക്ട്സും വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് പറയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഈ രണ്ട് മോൺസ്റ്റർ ഫിഷുകളുടെയും എല്ലാ കാര്യങ്ങളും നമുക്ക് കമ്പയർ ചെയ്ത് കമ്പാരിസൺ വെച്ച് ഇപ്പോൾ സൈസ് ആണെങ്കിലും അതിൻ്റെ ഒറിജിൻ ആണെങ്കിലും എല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ ഈ രണ്ട് മീനുകളും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അരപ്പൈമയുടെ ഒറിജിനായിട്ട് കണക്കാക്കപ്പെടുന്നത് സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആമസോൺ റിവർ ബേസിനാണ്. ആമസോൺ റിവർ ബേസിൻ കൂടുതലും കണക്റ്റഡായി നിൽക്കുന്നത് ബ്രസീലിലാണ്. ഈ അരപ്പൈമകൾ കൂടുതലായിട്ടും വസിക്കുന്നത് ഈ നദികളിലും തടാകങ്ങളിലുമൊക്കെ ഓക്സിജൻ കുറഞ്ഞ ഏരിയകളിലാണ്, അതുപോലെ തന്നെ ആഴം കുറഞ്ഞ ഏരിയകളിലാണ്. അതേസമയം അലിഗേറ്റർകാർ വരുന്നത് നമ്മുടെ നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. അമേരിക്കയിലെ മിസിസിപ്പി, ഫ്ലോറിഡ തുടങ്ങിയ സ്ഥലങ്ങളിലെ നദികളിലും തടാകങ്ങളിലും ഒക്കെയാണ് ഇവരെ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അലിഗേറ്റർകാർ കൂടുതലായിട്ടും വസിക്കുന്നത് സ്ലോ മൂവിംഗ് ആയിട്ടുള്ള വെള്ളത്തിലാണ്. അരപ്പൈമകൾ അവരുടെ ഒറിജിനൽ അല്ലെങ്കിൽ നാച്ചുറൽ ഹാബിറ്റേറ്റുകളിൽ വളരുന്നത് ഏകദേശം 15 അടി വരെയാണ്, അതായത് 4.5 മീറ്റർ. അതേസമയം അവരെ ടാങ്കുകളിലൊക്കെ ഇട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ വെക്കുന്ന മാക്സിമം സൈസ് എന്ന് പറയുന്നത് ഏകദേശം 8 അടി വരെയാണ്. വളരെ പെട്ടെന്ന് തന്നെ വളർന്നൊരു മീനാണ് ഈ ഒരു അരപ്പൈമ. അതേസമയം അലിഗേറ്റർകാരാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഹാബിറ്റേറ്റുകളിൽ അവർ വയ്ക്കുന്ന സൈസ് എന്ന് പറയുന്നത് ഏകദേശം 10 അടി വരെയാണ്, അതായത് 3 മീറ്റർ. ക്യാപ്റ്റിവിറ്റിയിൽ അല്ലെങ്കിൽ ടാങ്കുകളിലൊക്കെ ഇട്ട് വളർത്തുന്ന സമയത്ത് ഇവർ വയ്ക്കുന്ന മാക്സിമം സൈസ് എന്ന് പറയുന്നത് ഏകദേശം 6 അടി വരെയാണ്. അരപ്പൈമയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അലിഗേറ്റർകാരൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് കുറച്ച് സ്ലോ ആണ്. ഇനി ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അരപ്പൈമയാണെങ്കിലും അലിഗേറ്റർകാരാണെങ്കിലും രണ്ടും കാർണിവോറസ് മീനുകളാണ്, അതായത് നോൺ വെജ് ആയിട്ടുള്ള ഫുഡുകളാണ് രണ്ടുപേരും കഴിക്കുന്നത്. നാച്ചുറൽ ഹാബിറ്റേറ്റുകളിലാണെങ്കിൽ ഇവർ കഴിക്കുന്നത് മറ്റു മീനുകളെയും തവള അതുപോലെ തന്നെ ചെറിയ പക്ഷികളെയൊക്കെയാണ്. ടാങ്കുകളിലൊക്കെ വളർത്തുന്ന സമയത്ത് ഇവരുടെ സൈസ് അനുസരിച്ച് ഇപ്പോൾ ബ്ലഡ് വേംസ്, അതുപോലെ തന്നെ BSF ലാർവ, ചെമ്മീൻ, ചെറിയ ചിക്കൻ്റെയൊക്കെ പീസുകൾ ഇതെല്ലാം ഫീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലൈവ് ഫീഡർ ഫിഷുകൾ, അതായത് ചെറിയ ഗോൾഡ് ഫിഷ് അതുപോലുള്ള സംഭവങ്ങൾ. പിന്നെ വലിയ സൈസായി കഴിയുമ്പോൾ ഈ രണ്ട് മീനുകൾക്കും ലൈവായിട്ടുള്ള അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ഫുൾ സൈസ് മീനുകളെയാണ് ഫീഡ് ചെയ്യുന്നത്. അരപ്പൈമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ ശാന്ത സ്വഭാവമുള്ള മീനായിട്ടാണ് പറയപ്പെടുന്നത്. ടെറിട്ടോറിയൽ ആയിട്ടുള്ളൊരു മീനാണ്. അതുപോലെ തന്നെ അത് സ്ട്രെസ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ജമ്പ് ചെയ്യാൻ, അതായത് ടാങ്കുകളിൽ നിന്ന് അല്ലെങ്കിൽ അക്വേറിയങ്ങളിൽ നിന്നൊക്കെ പുറത്തേക്ക് ചാടാനുള്ള ടെൻഡൻസി കാണിക്കാറുണ്ട്. അരപ്പൈമകൾ കൂടുതലായിട്ടും അഗ്രസീവായിട്ട് നമുക്ക് ഫീഡ് ചെയ്യുന്ന സമയത്താണ്. ഫീഡ് ചെയ്യുന്ന സമയത്ത് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവർ മുകളിൽ വന്നിട്ട് ത്രാഷ് ചെയ്തിട്ടാണ് ഫുഡ് എടുക്കുന്നത്. ആ ഒരു സമയത്ത് മാത്രമാണ് അരപ്പൈമകൾ കൂടുതലും അഗ്രസീവായിട്ട് ഫീൽ ചെയ്യുന്നത്. അതേസമയം അലിഗേറ്റർകാരാണെന്നുണ്ടെങ്കിൽ അരപ്പൈമയേക്കാളും കുറച്ചുകൂടി അഗ്രസീവായിട്ടാണ് പറയപ്പെടുന്നത്. ഇവർ ചില സമയങ്ങളിൽ ഫൈറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഫീഡിങ്ങിൻ്റെ സമയത്തും ഇവർ നല്ല അഗ്രസീവായിട്ടാണ് ഫുഡ് കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. പിന്നെ അലിഗേറ്റർകാരിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് ഇവർക്ക് വെള്ളത്തിൻ്റെ മുകളിൽ വന്നിട്ട് മോഷൻലെസ് ആയിട്ട്, അതായത് യാതൊരു രീതിയിലും അനങ്ങാതെ, അതായത് അവരുടെ ഫിൻസ് പോലും അനക്കാതെ ജസ്റ്റ് ചത്ത പോലെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇവരുടെ എയർ ബ്രീതിങ് കപ്പാസിറ്റിയെ കുറിച്ചൊന്ന് സംസാരിക്കാം. അരപ്പൈമയാണെന്നുണ്ടെങ്കിൽ ഒബ്ലിഗേറ്റ് എയർ ബ്രീതർ ആണ്. അതേസമയം അലിഗേറ്റർകാരാണെന്നുണ്ടെങ്കിൽ ഫാക്കൽറ്റേറ്റീവ് എയർ ബ്രീതർ ആണ്. ഒബ്ലിഗേറ്റ് എയർ ബ്രീതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അടിക്കടി മുകളിൽ വന്നിട്ട് ബ്രീത് എടുക്കണം, അതായത് ശ്വസിക്കണം. അതായത് വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജനേക്കാൾ അവർ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അന്തരീക്ഷത്തിലുള്ള ഓക്സിജനാണ്. ഈ രീതിയാണ് അരപ്പൈമകൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അതേസമയം അലിഗേറ്റർകാരാണെന്നുണ്ടെങ്കിൽ ഫാക്കൽറ്റേറ്റീവ് എയർ ബ്രീതർ ആണ്. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിഗേറ്റർകാർ കൂടുതലും യൂസ് ചെയ്യുന്നത് വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ്. അതിന് വേണമെന്ന് തോന്നുന്ന സമയത്ത് മാത്രമാണ് മുകളിൽ വന്നിട്ട് എയർ എടുക്കുന്നത് അല്ലെങ്കിൽ ബ്രീത് ചെയ്യുന്നത്. അരപ്പൈമയാണെങ്കിലും അലിഗേറ്റർകാരാണെന്നുണ്ടെങ്കിലും അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ശ്വസിക്കാനായിട്ട് ഇവർ യൂസ് ചെയ്യുന്നത് ഒരു മോഡിഫൈഡ് സ്വിം ബ്ലാഡർ ആണ്. സാധാരണ മീനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരുടെ ഈ ഒരു മോഡിഫൈഡ് സ്വിം ബ്ലാഡറിന് 2 ഫംഗ്ഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന്, സാധാരണ മീനുകൾ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു സ്വിം ബ്ലാഡറിനകത്ത് എയർ നിറച്ച് ഇവർ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനും സ്വിം ചെയ്യാനൊക്കെ അത് സഹായിക്കുന്നുണ്ട്. അതേസമയം ആ സെയിം സ്വിം ബ്ലാഡറിലുള്ള ഓക്സിജൻ ഉപയോഗിച്ച് തന്നെയാണ് ഇവർ ശ്വസിക്കുന്നത്. അതായത് ഡയറക്റ്റ് അന്തരീക്ഷത്തിൽ നിന്ന് എയർ ഗൾപ്പ് ചെയ്തെടുത്ത് ഈ ഒരു ബ്ലാഡറിൽ വരുന്നു, അതിൽ നിന്ന് അവർ ഓക്സിജൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അതേ ബ്ലാഡർ ഉപയോഗിച്ച് തന്നെയാണ് ഇവർ സ്വിമ്മിങ്ങിൻ്റെ ആവശ്യത്തിനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വിം ബ്ലാഡർ കൊണ്ട് ഇവർക്ക് 2 ഫംഗ്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇതിനെ മോഡിഫൈഡ് സ്വിം ബ്ലാഡർ എന്ന് പറയുന്നത്. ഈ 2 മീനുകളും അത്യാവശ്യം കലങ്ങിയ വെള്ളത്തിലൊക്കെ ജീവിക്കാനായിട്ട് എബിലിറ്റിയുള്ള മീനുകളാണ് എങ്കിൽ പോലും ഇതിൽ അലിഗേറ്റർകാരാണ് കൂടുതലും ഇത്തരത്തിലുള്ള വെള്ളങ്ങളിൽ, അതായത് കുറച്ച് കലങ്ങിയ വെള്ളത്തിലേക്ക് സ്യൂട്ടബിൾ ആയിട്ട് പറയപ്പെടുന്നത്. ഇനി നമുക്ക് ഇവരുടെ ആയുസിനെ കുറിച്ച് പറയാം. അരപ്പൈമയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഹാബിറ്റാറ്റുകളിലാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം 50 വർഷം വരെയൊക്കെയാണ് അതിൻ്റെ ആയുസ് പറയപ്പെടുന്നത്. അതേസമയം ക്യാപ്റ്റിവിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ടാങ്കിലൊക്കെ ഇട്ട് വളർത്തുന്ന ആ ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ 15 മുതൽ 20 വർഷം വരെയാണ് അരപ്പൈമയുടെ ആയുസ് പറയപ്പെടുന്നത്. അതേസമയം അലിഗേറ്റർകാരാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഹാബിറ്റാറ്റുകളിൽ ഏകദേശം 70 വർഷം വരെ ഇവർക്ക് ആയുസ്സുണ്ട്. അതേസമയം ക്യാപ്റ്റിവിറ്റിയിലാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ടാങ്കിലൊക്കെ ഇട്ട് വളർത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ 50 വർഷം വരെയൊക്കെ ഇതിൻ്റെ ആയുസ് പറയപ്പെടുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഇതിൻ്റെ ലെങ്ത് പറഞ്ഞ സമയത്ത് ഇവരുടെ വെയിറ്റ് പറയാനായിട്ട് മറന്നുപോയി. ടാങ്കുകളിലൊക്കെ ഇട്ട് വളർത്തുന്ന സാഹചര്യത്തിൽ അരപ്പൈമ വയ്ക്കുന്നത് ഏകദേശം 60 മുതൽ 100 കിലോ വരെയാണ്. മാക്സിമം വെയിറ്റ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് 220 കിലോ ആണ്. അതേസമയം അലിഗേറ്റർകാരാണെന്നുണ്ടെങ്കിൽ ടാങ്കുകളിലൊക്കെ വളർത്തുമ്പോൾ 30 മുതൽ 70 കിലോ വരെയാണ് പറയപ്പെടുന്നത്. മാക്സിമം വെയിറ്റ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് 137 കിലോ ആണ്. പലർക്കും അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 മത്സ്യങ്ങളും 100 മില്യൺ വർഷം പഴക്കമുള്ള മീനുകളാണ്. അതായത് ഡൈനോസറുകളുടെ കാലം മുതൽ ഭൂമിയിൽ ജീവിച്ചു വരുന്ന മീനുകളാണ്. അതുകൊണ്ടാണ് ഈ മീനുകളെ ലിവിങ് ഫോസിൽ എന്ന് വിളിക്കുന്നത്.
ഇനി ഇവരുടെ ബ്രീഡിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അരപ്പൈമകളാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ നെസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് അവരതിനകത്ത് മുട്ടയിടുന്നത്. അത് അധികം ആഴമില്ലാത്ത സ്ഥലങ്ങളിൽ ഈ ആമസോൺ റിവർ ബേസിനിൽ ഫ്ലഡൊക്കെ വരുന്ന സമയത്താണ് ഇവർ നെസ്റ്റ് ഉണ്ടാക്കി മുട്ടയിടുന്നത്. അതേസമയം അലിഗേറ്റർകാർ ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ വളരുന്ന ചെടികൾ, പുല്ലുകൾ പോലുള്ള സംഭവങ്ങളിലാണ് മുട്ടയിട്ട് വെക്കുന്നത്. ആക്ടിവിറ്റിയിൽ ഇവരെ ബ്രീഡ് ചെയ്യിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹോർമോണൊക്കെ ഇഞ്ചെക്ട് ചെയ്താണ് പൊതുവെ ഇവരെ ബ്രീഡ് ചെയ്യിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.